ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബ ബ്ലോഗ്. സകുടുംബ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പം അച്ഛനുണ്ട്. ഇത് ശനിയാഴ്ച വന്നായിരുന്നു. അപ്പം ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഇപ്പം 12 മണി കഴിഞ്ഞു. ഒരു കേക്കൊക്കെ മേടിച്ചിട്ട് ചെറുതായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ അറിയത്തില്ല. ഞങ്ങളുടെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സെറ്റ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റ് ആണല്ലോ മേടിക്കുന്നത് ആരുടെ പിറന്നാളിന്. ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എനിക്ക് ഇങ്ങനെ വെൽവെറ്റൊക്കെയാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അബി അച്ഛനെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞ് കേൾക്കാൻ മേടിച്ച് നമ്മൾ വലിയ ആർഭാടമായിട്ട് ഒരുപാട് കേക്കൊന്നും മേടിച്ചില്ല. കാരണം നമ്മൾ കുറച്ച് പേര് മാത്രമല്ലേ ഉള്ളൂ. ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടി കേക്ക് കിട്ടാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്നാലും നമ്മൾ ഇന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അബി അച്ഛനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അച്ഛൻ വന്നിട്ട് നമുക്ക് കേക്ക് പറയാം. അതേപോലെ അതിന് വലിയൊരു സന്തോഷം കൂടെ, വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇതാണ്ടേ ടി വിയിൽ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ കാണുന്നു, ഏട്ടനും കാണുന്നുണ്ട്, അബിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ്റെ പിറന്നാളിനൊപ്പം തന്നെ വലിയൊരു സന്തോഷം കൂടെയാണത്. നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ട നിമിഷമാണിത്. വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിച്ചിരിക്കുന്നു. അപ്പം അത് മറ്റൊരു വലിയ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അച്ഛൻ്റെ ബർത്ത്ഡേക്കും വേൾഡ് കപ്പിനും കൂടെ ഒന്നിച്ച് കേക്ക് മുറിക്കാം. അപ്പോൾ അതിനെ വിളിച്ചിട്ട് തരാം. ഹാപ്പി ബർത്ത്ഡേ അച്ഛ. കുഞ്ഞ് കേക്ക് അതിമനോഹരം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഞാനും അബിയും പറഞ്ഞു അത് 50-50 ഞങ്ങൾക്ക് 2 പേർക്കുള്ളതാണ്. ഇല്ല കാശ്, നിങ്ങളിത് കേട്ടോ കാശ്? എനിക്ക് വേണം. നിങ്ങളത് പറഞ്ഞ് ആ ചോക്ലേറ്റ് ഞങ്ങൾ 3 ഡിവൈഡ് ചെയ്യും. അച്ഛനെ വിളിക്കാൻ കഴിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഷർട്ടൊക്കെ ഇട്ടോട്ടോ അത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി എടാ അപ്പിച്ച നമ്മൾ പറഞ്ഞല്ലേടാ 50-50. നമ്മളെപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റ് മേടിക്കുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മേടിച്ചത് റെഡ് വെൽവെറ്റാണ്. ഏടാ പോവേ മുറിക്ക്. ഓക്കെ, 1, 2, 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെന്നെ പരിപാടിയാ. അബി അബി മാത്രമേ അച്ഛന് തിരിച്ചു കൊടുത്തുള്ളേ. അബിക്ക് കൊടുത്തേ. അബിക്ക് അബി നിനക്ക് വേണ്ടേടാ കൊടുത്തോ? നിനക്ക് ചോക്ലേറ്റ് കിട്ടിയോടാ? എന്നാ നിൽക്കുക ഒരു മിനിറ്റ്. എന്നാ ഇച്ചിരി കടിക്കാവുള്ള മൊത്തം കടിച്ചാൽ നീ മേടിക്കും. എൻ്റെ ഒരു സമ്മാനം. എൻ്റെ സമ്മാനം ചേച്ചിയുടെ സമ്മാനം. അമ്മ സെലക്ട് ചെയ്ത പണ്ട് അച്ഛൻ ഈ ഷർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തന്നത് എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ ഭാര്യ തന്നത് ഉണ്ടാ എനിക്ക് തന്നത്. അവിടെ എനിക്കൊരു മാല
അല്ല ഞങ്ങളെല്ലാരും ഷർട്ട് മേടിച്ചു കൊടുത്തപ്പോഴേ ഷർട്ടിന്റെ അടിയിൽ എന്തെങ്കിലും ഇടണ്ടേ അപ്പൊ അതുകൊണ്ട് അമ്മ മുണ്ട് മേടിച്ചു കൊടുത്തു. എനിക്ക് വളരെ സന്തോഷമായി. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതൊക്കെ എനിക്ക് മുറിക്കാൻ അതെ, ഈ 56 വയസ്സായ എനിക്ക് സന്തോഷമില്ലായിരിക്കും. അല്ല ഇതില് അല്ല എനിക്ക് പ്രശ്നം അറിയോ, ഇന്ന് എന്റെ 1-ാം പിറന്നാള് ഇവര് ഫോട്ടോ എടുത്ത് വെച്ചതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ചു. പിന്നെ ഇന്ന് വരെ എന്റെ ഒരു പിറന്നാള് പോലും ഇവർ ആഘോഷിച്ചിട്ടുമില്ല, ഒരു ഫോട്ടോ പോലും സ്റ്റാറ്റസ് ആഘോഷമില്ല, സ്റ്റാറ്റസ് ഇട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്, ഫോട്ടോ സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഞാൻ ഗൾഫിലോ വേറെ പുറത്തായിരിക്കും മക്കളെ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. കഴിഞ്ഞ പിറന്നാളിന്റെ സമയത്ത് ഞാൻ പ്രസവിച്ച് എന്റെ കുഞ്ഞുമായിട്ട് വീട്ടിൽ വന്നതേ ഉള്ളായിരുന്നു ഇവിടെ. അല്ല, ഞാൻ പറയുന്നത് കേൾക്ക് മക്കളെ, എനിക്ക് ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, പിറന്നാൾ എന്നാ പറഞ്ഞാലേ അറിയത്തുള്ളൂ. അതെ, ബാങ്കുകാരെ വിളിച്ച് പിന്നീട് ബർത്ത്ഡേ എന്താന്ന് വെച്ചാൽ കന്നിമസ്തിലെ ചിത്ര എന്ന് പറയുന്ന ആളാ അമ്മ. തന്നെ തിന്നുന്ന ഒരുതരം കണ്ടോ? എടാ അത് ഭയങ്കര എനിക്ക് ഈ മക്കളെയൊക്കെ നാള് വരുമ്പോ, അതായത് ഇവന്റെ നാള് രോഹിണി, അങ്ങനെ പറഞ്ഞു മേടത്തിലെ രോഹിണി, മേടത്തിലെ രോഹിണിക്ക് പോയി ഒരു അർച്ചന കഴിപ്പിക്കും. അഭിഷേകം വൃശ്ചികത്തിലെ തൃക്കാട്ട അന്നേരം പോയി അർച്ചന കഴിപ്പിക്കും. സന്തോഷം കുംഭത്തിലെ വിശാഖം. പെട്ടെന്ന് ഇറക്കില്ലേ തീർന്നു പോകും, കിട്ടത്തില്ല നമുക്ക്. ഇവര് മൊത്തം തിന്നുന്ന പോലെ അവള് വെള്ളം വെക്കുന്നു. ഞാൻ കുറച്ചു മുമ്പ് കഴിച്ചത് അച്ഛന് വേണ്ടിയിട്ട്, ഇത് ഇന്ത്യ ജയിക്കാൻ. എനിക്ക് വേണ്ടി ഇന്ത്യ ജയിച്ചു. ഷുഗർ ആകുമ്പോൾ ഇവന്മാർ എനിക്ക് മൊത്തം തിന്നുവാ. ഞാൻ എന്റെ കുഞ്ഞിനെ ഇച്ചിരി വെച്ചങ്ങനെ കുഞ്ഞിനെ ഒരു കുഞ്ഞ് തന്നെ കിടക്കുവാ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എല്ലാരും കണ്ടല്ലോ, എല്ലാവർക്കും സന്തോഷമായല്ലോ. ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടെ ഒരു ചെറിയ ആഘോഷം ഞങ്ങളിവിടെ